പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു പരസ്യം കൂടിയുണ്ട് സർ. അത് പറഞ്ഞു തുടങ്ങാം. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി പരാജയപ്പെടും, വീണ്ടും അധികാരത്തിൽ വരില്ല എന്നുള്ള സാറിന്റെ ആത്മവിശ്വാസത്തെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ മട്ടൺ കറി കഴിക്കുന്നതിന് ഉള്ള എതിർപ്പല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏത് ഭക്ഷണം കഴിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ചിരിക്കണം, അതൊക്കെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ചോയ്സാണ്. അതിനുള്ള അവകാശം നൽകുന്ന ഒരു രാജ്യത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള അവകാശം ആരും നിഷേധിക്കുന്നില്ല. ഈ 2 വട്ടമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ടേമിൽ അങ്ങനെയുള്ള നിബന്ധനകൾ ആരുടെ മുന്നിലേക്കും വച്ചിട്ടുമില്ല എന്നുള്ളതും ഒരു ഫാക്റ്റാണ്. അപ്പോൾ ഈ ശ്രാവണ മാസം എന്താണ്? ഈ ശ്രാവണ മാസത്തിൽ മട്ടൻ കറി കഴിക്കുമോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ഇക്കാര്യത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷമാണല്ലോ ഈ വിവാദം. കഴിഞ്ഞ വർഷത്തെ ശ്രാവണ മാസം ഞാൻ നോക്കിയിരുന്നു. 2023 ജൂലൈ 4 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് ശ്രാവണ മാസം. നമ്മളിവിടെ വിശുദ്ധ മാസമായ റമദാൻ, അത് വിശ്വാസികൾ വ്രതശുദ്ധിയോടുകൂടി നോമ്പെടുക്കുമ്പോൾ ആ നോമ്പിനൊപ്പം നിൽക്കുകയാണ്. അല്ലെങ്കിൽ നോമ്പെടുക്കുന്നവർക്കൊപ്പം കൂടി ചിലപ്പോൾ നോമ്പെടുത്തിട്ടുമുണ്ടാകും. എനിക്കെന്തായാലും അങ്ങനെയുള്ള ഓർമ്മകളുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം സഹപാഠികൾക്കൊപ്പം ഞാനും നോമ്പെടുത്തിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ. അപ്പോൾ അങ്ങനെ നോമ്പെടുക്കാൻ ഒരു ദിവസമെങ്കിലും ആ ഭക്ഷണം മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇവർ നോമ്പെടുക്കുന്നത് മനസ്സിലാക്കാൻ, അങ്ങനെയൊക്കെയുള്ള സർ പറഞ്ഞ മതേതരത്വത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഫാബ്രിക് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അത് നരേന്ദ്രമോദി എങ്ങും കൊണ്ടുപോയി കളഞ്ഞിട്ടില്ല. അത് അതിർത്തി കടത്തി വിട്ടിട്ടുമില്ല. അത് ഇവിടെ തന്നെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാ അനുഷ്ഠാനങ്ങളും കൃത്യമായി ആചരിക്കുന്നത്, ഇപ്പോഴും ആചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റമദാൻ ആഘോഷിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ഈ വിശുദ്ധ മാസമായ റമദാൻ പോലെ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു മാസമുണ്ടെന്ന് തിരിച്ചറിയാതെ ആയിരിക്കാം ഒരുപക്ഷേ സാർ അഭിപ്രായ പ്രകടനം നടത്തിയത്. ഉത്തരേന്ത്യയിലടക്കം വളരെ വിശുദ്ധമായി തന്നെ ആചരിക്കുന്നതാണ് ഈ ശ്രാവണ മാസം. കഴിഞ്ഞ വർഷം അത് ജൂലൈ 4 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള സമയമായിരുന്നു. എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള 2 മാസം കൂടി അത് ആചരിച്ച ആളുകളുമുണ്ട്. അപ്പോൾ ശിവന് സമർപ്പിച്ച ശ്രാവണ മാസം, ആ ശ്രാവണ മാസത്തിൽ വ്രതശുദ്ധിയോടെ കഴിയുന്ന ആളുകൾക്കിടയിലേക്ക് ബ്രാഹ്മണനാണ് എന്ന് അവകാശപ്പെടുന്ന, ഹിന്ദു ആചാരങ്ങൾ പിന്തുടരുന്നുവെന്ന് അവകാശപ്പെടുന്ന, പൂജകൾ ചെയ്യുന്ന, ആ പൂജകളുടെ ചിത്രങ്ങൾ തൻ്റെ തന്നെ പ്ലാറ്റ്ഫോമുകളിൽ, എക്സ് പ്ലാറ്റ്ഫോം ആയാലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും പരസ്യമാക്കുന്ന രാഹുൽ ഗാന്ധിയും കുടുംബവും ആ രീതിയിൽ തങ്ങൾ ഹിന്ദു വിശ്വാസം പിന്തുടരുന്നവരാണ്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുന്നവരാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വിശുദ്ധ മാസമായ ശിവന് സമർപ്പിച്ച, മനസ്സിനെ ശുദ്ധീകരിക്കുക, ആത്മീയ അച്ചടക്കം പാലിക്കുക, അതോടൊപ്പം തന്നെ ഈ റമദാൻ സമാനമായി തന്നെ വ്രതവും ഉപവാസവും ഒക്കെ എടുക്കുന്ന ശ്രാവണ മാസത്തിൽ ഒരു മട്ടൻ കറിയുമായി വരുന്നത്. അതുകൊണ്ടാണ് ആ മട്ടൻ കറി വിവാദമാകുന്നത്. അല്ലാതെ ബീഫിന്റെ രാഷ്ട്രീയവുമായി ഇതിനെ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. 2023 സെപ്റ്റംബർ 3-നാണ് ഈ വാർത്ത ആദ്യമായി വരുന്നത്. അതായത് ശ്രാവണ മാസത്തിൽ ആടിനെ ഭക്ഷിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തി ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് മാധ്യമങ്ങളൊക്കെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇതൊരു പുതിയ വീഡിയോ അല്ല, അന്ന് വന്നതാണ്, അന്ന് ചെയ്തതാണ്. അപ്പോൾ അത് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വീണ്ടും കോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധിയും ലാലു പ്രസാദ് യാദവും ചേർന്ന് ചമ്പാരൻ മട്ടൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ, അത് കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോമിൽ രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബിൽ ഒക്കെ പുറത്തു വന്നിരുന്നു. ഇത് ശ്രാവണ മാസത്തിലാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ രംഗത്ത് വന്നത് BJP വക്താവ് സംബിത് പാത്രയാണ്. അപ്പോൾ അതിനുശേഷമാണ് മറ്റാളുകൾ അത് ഏറ്റുപിടിക്കുന്നത്. ബീഹാറിൽ നിന്ന്, ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ബീഹാറിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ ആടാണ്, അതായത് മട്ടണാണ് എന്ന് ലാലു പ്രസാദ് യാദവ് ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇത് ഷൂട്ട് ചെയ്തത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ്. അതായത് ശ്രാവണ മാസത്തിൽ തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രാവണ മാസത്തിൽ രാഹുൽ ഗാന്ധി മാംസം കഴിക്കുമോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്ന രീതിയിൽ ഉത്തരേന്ത്യയിലടക്കം പ്രചുര പ്രചാരം നേടിയ ശ്രാവണ മാസത്തിലെ അനുഷ്ഠാനങ്ങളൊന്നും തനിക്ക് ബാധകമല്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളെ, വിശ്വാസങ്ങളെയൊന്നും അദ്ദേഹം അംഗീകരിക്കുന്നില്ലേ? അതാണ് രാഹുൽ ഗാന്ധിയോടുള്ള ചോദ്യം. അതാണ് നരേന്ദ്രമോദി എന്ന് ഉയർത്തിയത്. അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രീണന നയം എന്ന് പറയുന്നത് അവിടെയാണ്. അതായത് ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി വിശ്വാസിയാണെന്ന് അഭിനയിക്കുകയാണ് രാഹുൽ ഗാന്ധി. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയോ അല്ലെങ്കിൽ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളോട് കൃത്യമായി ഒരു ആ വിശ്വാസങ്ങൾ പിന്തുടരുന്നതിൽ അഭിമാനിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല രാഹുൽ ഗാന്ധി എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ശ്രാവണ മാസത്തിൽ മാംസം കഴിക്കുന്ന രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ആ ശ്രാവണ മാസത്തിൽ ആടിന്റെ മാംസം കഴിക്കുന്നത് കൊണ്ട് അങ്ങനെ മുഗളന്മാരുടെ മാനസികാവസ്ഥ എന്നാണ് പ്രധാനമന്ത്രി കോട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള വിവാദങ്ങൾ, അതുപോലെ തന്നെ മാധ്യമങ്ങളടക്കം ഇത് തെറ്റായി വ്യാഖ്യാനിക്കുമെന്ന് നരേന്ദ്രമോദിക്ക് അറിയാം. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ നികേഷ് സാർ പറഞ്ഞു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പോയി നേടുന്നതും കോളേജിൽ പോയി നേടുന്നതും മാത്രമല്ല, അനുഭവങ്ങളിലൂടെയും അത് കഴിഞ്ഞിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെ ആളുകൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും ഒരു ലേണറാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാതെ സ്കൂളോ കോളേജോ പഠനം കഴിയുന്നതോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവസാനിക്കുകയില്ല, അത് മരണം വരെ തുടരുന്ന ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി സ്റ്റിൽ എ സ്റ്റുഡന്റ്. അപ്പോൾ ആര് എന്ത് കഴിക്കണം എന്നതിനെ അല്ല ഞാൻ എതിർക്കുന്നത്, വെജും നോൺ വെജും ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആണ് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന പുണ്യമാസത്തിൽ നോൺ വെജ്, അതായത് അതാണ് തേജസ്വി യാദവിന്റെ വിവാദം. അത് നവരാത്രി, ഇപ്പോഴും അവർ നവരാത്ര എന്ന് പറയുന്ന വ്രതം കടന്നു പോകുന്ന സമയമാണ്. അപ്പോഴാണ് തേജസ്വി യാദവിന്റെ
മീൻ പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ മീൻ കഴിക്കുന്നത് വരുന്നത്. എന്നിട്ട് തേജസ്വി യാദവ് പറയുന്നുണ്ട് ഏപ്രിൽ 8-ാം തീയതി വ്രതം തുടങ്ങുന്നതിന് മുൻപാണ് ഞാനിത് കഴിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തേജസ്വി യാദവ് ഞാൻ കഴിച്ചിട്ടില്ല എന്ന് ന്യായീകരിക്കുകയാണ്. അപ്പോൾ തേജസ്വി യാദവിനും അറിയാം ഈ സമയത്ത് മീൻ കഴിക്കില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വിശ്വാസമുണ്ടെന്ന് പറയുകയും അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത് ചൂണ്ടിക്കാട്ടുകയാണ് നരേന്ദ്രമോദി അവിടെ ചെയ്തത്. അപ്പോൾ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന പുണ്യമാസത്തിൽ നോൺ വെജ് കഴിക്കാം, വെജ് അല്ല നോൺ വെജ് ആണ് കഴിക്കുന്നത്, വ്രതം എടുക്കുന്നില്ല എന്നൊരാൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും ഈ നമ്മുടെ രാജ്യം നൽകുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് വിശ്വാസികളെ പരിഹസിക്കുകയാണ് പ്രതിപക്ഷം എന്നതാണ് നരേന്ദ്രമോദി പറഞ്ഞ കൃത്യമായ സ്റ്റേറ്റ്മെന്റ്. അത് മുഗളന്മാരോട് അദ്ദേഹം സമീകരിക്കുന്നത് ക്ഷേത്രങ്ങൾ തകർത്ത മുഗളന്മാരുടെ സമീപനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഉദ്ധംപൂരിലെ പ്രചാരണത്തിൽ നരേന്ദ്രമോദി ഇത് ഓർമ്മിപ്പിച്ചത് മനഃപൂർവ്വമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ദേശീയ താല്പര്യം എത്രത്തോളം ഉണ്ട് കോൺഗ്രസിന് എന്ന് നരേന്ദ്രമോദി ചോദിക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധിക്കുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ റാലിയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഒരു വാചകം തന്നെ ഇങ്ങനെയാണ്: ദേശീയ താല്പര്യത്തിനെടുക്കുന്ന ഓരോ സ്റ്റെപ്പും എതിർക്കുന്ന കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാൻ യോഗ്യതയില്ല. അതാണ് കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് നരേന്ദ്രമോദി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ നേരത്തെ ന്യൂസ് വീക്കിന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് സാർ സൂചിപ്പിച്ചതുകൊണ്ട് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ റിലീജിയസ് സെന്റിമെന്റ് ഹർട്ടാകുന്നു എന്ന് പറയുന്നത് ഇതാദ്യമായിട്ടല്ല BJP-യോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇന്ത്യ ചൈന അതിർത്തി സാഹചര്യം, അയോധ്യ രാമക്ഷേത്രം, ആർട്ടിക്കിൾ 370 ഇത് മൂന്നുമായിരുന്നു ന്യൂസ് വീക്കിന്റെ അഭിമുഖത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതിന്റെ ഹെഡ്ലൈൻ തന്നെ എങ്ങനെയാണ് നരേന്ദ്രമോദി ഇന്ത്യയെയും ലോകത്തെയും മാറ്റിയത്, അതായിരുന്നു ആ അഭിമുഖത്തിന്റെ തലവാചകം എന്ന് പറയുന്നത്. ചൈനയുമായുള്ള ബന്ധം അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുകയും ചെയ്തതാണ്. അതിർത്തി തർക്കം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ അഭിമുഖത്തിൽ നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നത്. പിന്നെ ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെക്കുറിച്ച്, വികസനത്തെക്കുറിച്ച് ഒക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ മതത്തിനോ ജാതിക്കോ ഒന്നുമല്ല രാജ്യം വോട്ട് ചെയ്യാൻ പോകുന്നത്. ദേശീയ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വികസനത്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അത് നരേന്ദ്രമോദിക്ക് ഉറപ്പാണ്, BJP-ക്കും ഉറപ്പാണ്. ഉറപ്പില്ല, അവർ ഭീതിയിലാണ് എന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും ഒരു സാധൂകരണം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു ബേസ്ലെസ് അലിഗേഷൻ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം കണ്ടത് ട്രെയിലറാണ്, സിനിമ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ സിനിമയ്ക്ക് മുൻപ് തന്നെ സിനിമയെയും നായകനെയും പേടിച്ചാൽ എങ്ങനെയാണ്? 10 വർഷം തന്നെ ട്രെയിലറാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു സർ. Meet the editors.